അനിയൻ സാറിനും നല്ലോണം അറിയുന്ന കുടുംബം. ആളും സ്മാർട്ടാണ്, കാനഡക്കാരൻ, ബിസിനസ്സുകാരൻ. സിത്താര മാഡത്തിനോട് പറഞ്ഞാലും എതിർപ്പൊന്നും ഉണ്ടാവില്ല. ഇവള് പറയുന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ഞാൻ അങ്ങനെ ഒരുത്തനെ വിവാഹം കഴിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അനിയൻ സാറ് പറഞ്ഞേൽപ്പിച്ചു. ഹാ, അത് നിങ്ങൾക്കൊരു സൗകര്യായി അല്ലേ? രണ്ടുപേരുടെ അടവെനിക്ക് മനസ്സിലായി. നിനക്കൊന്നും നാണോ ഇല്ലേടി? എനിക്കൊരു ഭർത്താവുണ്ട്, നവീൻ. കിട്ടിയ അവസരം മുതലാക്കി നവീനെ കൃഷ്ണനെ ഒന്നിച്ച് ചേർക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിലേ അത് നടക്കില്ല. കൃഷ്ണയും നവീനെ എന്തിനാ ഒന്നിച്ചു ചേർക്കുന്നേ? അവരൊന്നായതല്ലേ. നവീൻ താലി കെട്ടിയത് കൃഷ്ണയുടെ കഴുത്തിലല്ലേ. അവരൊന്നിച്ച് ഒരു മുറിയില് ആദ്യരാത്രി ആഘോഷിച്ചെന്ന് നീ അതിനല്ലേ പറഞ്ഞേ? ഇപ്പോഴും കൃഷ്ണ ജീവിക്കുന്നത് നവീന്റെ കൂടെയല്ലേ? എന്നിട്ട് നവീനെ പിടിച്ചെടുക്കാൻ നീ ശ്രമിക്കുന്നത് എന്തിനാ? അപ്പൊ ആർക്കാടി നാണമില്ലാത്ത? നിനക്ക് നിന്റെ മമ്മിക്കുമല്ലേ? അവരെ ദൈവം കൂട്ടിച്ചേർത്തതാ, നവീനെയും കൃഷ്ണയും. അതില്ലാതാക്കാൻ നോക്കി ജീവിതം നശിപ്പിക്കണ്ട. ജീവിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലേ ഇപ്പൊ വന്ന് ഈ ആലോചനയ്ക്ക് അങ്ങ് സമ്മതിച്ചോ. നിന്റെ മമ്മി എതിർത്താ പോലും അനിയൻ സാർ അത് നടത്തി തരും. അല്ലാതെ നവീനെയും കൃഷ്ണയും വേർപെടുത്താൻ ഈ ജന്മത്തില് നിനക്ക് പറ്റില്ല. നവീനെ നിനക്ക് കിട്ടില്ല. എന്താണ് നീ കാണിച്ചത്? അമ്മേ, 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 അമ്മ കണ്ണു തുറക്കമ്മേ. ഓ, അയ്യോ, അമ്മേ, അമ്മ ഒന്ന് കണ്ണു തുറക്കമ്മേ. ഒന്നും മിണ്ടുന്നില്ലല്ലോ അമ്മേ. അമ്മ എഴുന്നേക്കമ്മേ. അമ്മേ, ആര്യ നീ ഇപ്പൊ മുറിവേൽപ്പിച്ചെന്നറിയോ? വീണ് കിടക്കുന്നത് കണ്ടിട്ട് ഒട്ടും മനസ്സലിയുന്നില്ലടി നിനക്ക്. എനിക്ക് അവരെ സ്നേഹിക്കേണ്ട കാര്യമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം പാമ്പിനെ കണ്ട് പേടിച്ചപ്പോഴേ നീ വട്ടം ചുറ്റി പിടിച്ചത് നിന്റെ മമ്മിയെ അല്ല, ഈ പാവ സ്ത്രീയാ. സ്വന്തം മകളെ എന്ന പോലെ അവര് നിന്നെ പരിചരിച്ചു. നിന്റെ കൂടെ കിടന്ന് നിന്നെ ഉറക്കി. ഏറ്റവും ചുരുങ്ങിയത് അതിന്റെ നന്ദിയെങ്കിലും ഒന്ന് കാണിച്ചുടടി ശോമേ. അമ്മേ, 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 എഴുന്നേക്കമ്മേ. അമ്മേ, അമ്മേ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാമേ. എനിക്ക് കുഴപ്പമൊന്നുമില്ല മോളെ. അങ്ങനെ പറഞ്ഞ പറ്റില്ല. അയ്യോ, മുറിവ് കൂടുതലാ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. വേണ്ട, ആശുപത്രിയിലൊക്കെ പോയാ ഇതിനും നമ്മൾ എത്ര പേരോട് മറുപടി പറയേണ്ടി വരും. അയ്യോ അമ്മ, ആശുപത്രി പോണം, അതിലൊരു മാറ്റവും. പക്ഷെ അതിനു മുമ്പ് ഇവിടെ ചെയ്ത ഈ വൃത്തികേട് എനിക്കൊരാളെ വിളിച്ച് പറയാനുണ്ട്. ഞാൻ കൃഷ്ണനെ വിളിക്കാൻ പോവാ. വേണ്ട മോളെ, അവളോട് പറഞ്ഞ അവള് സഹിക്കില്ല. അമ്മയ്ക്കൊരു അപകടം പറ്റിയ അവളത് അറിയണം. അമ്മയെ കൊല്ലാൻ വരെ മടിയില്ലാത്ത ഇവൾക്ക് വേണ്ടിയാ അവൾ അവിടെ കിടന്ന് പാടുപെടുന്നത്.